ഗൾഫ് രാഷ്ട്രങ്ങളെ മുൾമുനയിൽ നിർത്തിയ കുവൈറ്റിലെ ഇറാഖ് അധിനിവേശത്തിന് 31 വയസ്സ്. പ്രവാസികളിൽ ഇന്നും മറക്കില്ല ആ ദുരന്ത നിമിഷങ്ങൾ. ഇപ്പോഴിതാ ഇന്ന് 31 വയസ്സ് തികയുമ്പോൾ അതിന്റെ ഓർമ്മയിൽ നീറുകയാണ് ഈ നാട്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലെ ഒരു ഓഗസ്റ്റ് 2-നാണ് സദ്ദാം ഹുസൈന്റെ സൈന്യം കുവൈറ്റിലേക്ക് ഇരച്ചു കയറിയത്. രാജ്യത്തിന്റെ ശക്തി സ്രോതസ്സായ എണ്ണക്കിണറുകൾ ഇറാഖ് സൈന്യം തേടിപ്പിടിച്ച് തീയിടുകയുണ്ടായി. 639 എണ്ണക്കിണറുകൾക്കാണ് ഇറാഖ് സൈന്യം ഇങ്ങനെ തീയിട്ടത്. ആകാശം മുട്ടെ ഉയർന്ന കറുത്ത പുകയുടെ നിഴലിലായിരുന്നു മാസങ്ങളോളം രാജ്യം. 2231 പേരെ ഇറാഖ് സൈന്യം കൊന്നതായാണ് കണക്ക്. 10,000-കണക്കിന് പേർക്ക് പരിക്കേറ്റു. കാണാതായവരെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ കണക്കില്ല. വിമാനത്താവളം ഉൾപ്പെടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇറാഖ് സൈന്യം തകർക്കുകയായിരുന്നു ചെയ്തത്. 100-കണക്കിന് കെട്ടിടങ്ങൾ ബുൾഡോസറും മറ്റും ഉപയോഗിച്ച് അങ്ങനെ ഇടിച്ചു നിരത്തി. 10,000-ങ്ങളാണ് കുവൈറ്റിൽ നിന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തത്. ലോക ഭൂപടത്തിൽ നിന്ന് കുവൈറ്റ് എന്ന രാജ്യത്തെ തന്നെ മായ്ച്ചു കളയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇറാഖി ടാങ്കുകൾ പാഞ്ഞെടുത്തത്. കുവൈറ്റിനെ ഇറാഖിന്റെ 19ാമത് ഗവർണറേറ്റ് ആക്കുകയായിരുന്നു അയൽ രാജ്യത്തെ ഏകാധിപതിയുടെ സ്വപ്നം. സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ഇങ്ങനെ തകർത്ത് തന്റെ കാൽ കീഴിലാക്കാനുള്ള സദ്ദാമിന്റെ ശ്രമം പക്ഷേ സഖ്യ സൈന്യത്തിന്റെ പിന്തുണയോടെ കുവൈറ്റ് ജനത അതിജയിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സ്റ്റാൻഡ് സ്റ്റോം എന്നായിരുന്നു ഈ ദൗത്യത്തിന് നൽകിയിരുന്ന പേര്. അമേരിക്കയും ബ്രിട്ടനും നേതൃത്വം നൽകിയ സഖ്യസേനയിൽ 34 രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരുന്നത്. ഒന്നാം ഗൾഫ് യുദ്ധം എന്നറിയപ്പെടുന്ന സൈനിക നീക്കത്തിലൂടെ 1991 ഫെബ്രുവരി 26-നാണ് കുവൈറ്റ് മോചനം നേടിയത് തന്നെ. ഈ ദിനമാണ് കുവൈറ്റ് വിമോചന ദിനമായി കൊണ്ടാടുന്നത്. അങ്ങനെ പതിറ്റാണ്ടുകൾക്കിപ്പുറവും അധിനിവേശത്തിന്റെ നീറുന്നോർമ്മകൾ ഓരോ കുവൈറ്റുകളുടെയും ഓർമ്മയിലുണ്ട്. അധിനിവേശം വരുത്തിവെച്ച കെടുതികളുടെ സ്മരണകൾ ഇന്നും ഈ മണ്ണിൽ കാണുവാൻ സാധിക്കും. ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരും അധിനിവേശത്തിന്റെ ദുരിതം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. മരണം മുന്നിൽ കണ്ട് ആ ദിനങ്ങൾ പ്രവാസികളുടെ മനസ്സിൽ നിന്നും ഇനിയും മാഞ്ഞിട്ടുമില്ല. കൂടാതെ സമ്പാദ്യമെല്ലാം ഒരു ദിവസം കൊണ്ട് നഷ്ടമായപ്പോൾ ഉടുതുണി മാത്രം ബാക്കിയാക്കി ദിവസങ്ങൾ നീണ്ട പട്ടിണിയുടെയും ദുരിതങ്ങളുടെയും ബാക്കി പത്രവുമായി നാട്ടിലെത്തിയ മലയാളികൾ അനവധിയാണ്. ഇന്ന് കുവൈറ്റ് ജനത അധിനിവേശക്കെടുതികളിൽ നിന്ന് ഏറെക്കുറെ മോചിതരായിരുന്നു. രാജ്യം വൻ വികസന കുതിപ്പിലാണ് ഇപ്പോഴും. അപ്പോൾ ആ കറുത്ത കാലത്തിന്റെ നീർന്നോർമ്മകൾ കുവൈറ്റ് ജനതയുടെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അതേസമയം ഇറാഖുമായി ഊഷ്മളമായ അയൽബന്ധമാണ് ഇപ്പോൾ കുവൈറ്റിനുള്ളത്. അധിനിവേശകാലത്ത് കുവൈറ്റിൽ നിന്ന് യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട് ഇനിയും ഒരു വിവരവുമില്ലാതെ എത്രയോ പേരുണ്ട്. ഇവരിൽ വലിയൊരു വിഭാഗം ഇറാഖിൽ കൊന്നൊടുക്കി കൂട്ടക്കുഴിമാടങ്ങളിൽ അടക്കപ്പെട്ടവരാണെന്നാണ് കരുതപ്പെടുന്നത്. 600-ലേറെ പേരെയാണ് ഇത്തരത്തിൽ കാണാതായത്. ഇനിയും എത്രയോ പേരെ കിട്ടാനുമുണ്ട്. ഇറാഖിലെ കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്ന് കാണാതായ ചില കുവൈറ്റുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ അവശിഷ്ടങ്ങൾ കുവൈറ്റിലെത്തിച്ച് മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘം മുതന്ന മരുഭൂമിയിൽ നടത്തിയ പര്യവേഷണത്തിൽ കുവൈറ്റ് യുദ്ധ തടവുകാരുടേതെന്ന് സംശയിക്കുന്ന ഏതാനും ശരീരാവശിഷ്ടങ്ങൾ അടുത്തിടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിൽ 23 പേരെ ഈ വർഷം DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു കുവൈറ്റിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.